എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങളൊരു സെക്സ് അഡിക്റ്റഡ് ആണ് കേട്ടോ. അതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അശ്ലീല ചിത്രങ്ങൾ കണ്ടില്ലെങ്കിലും അതുപോലെ തന്നെ സ്വയംഭോഗം ചെയ്തില്ലെങ്കിലും ഉറക്കം വരാത്തവരായി നിരവധി പേരുണ്ട്. മദ്യവും മയക്കുമരുന്നും ഒക്കെ പോലെ ലൈംഗികതയോട് അടിമപ്പെടുന്ന ഒരവസ്ഥയുള്ളവരാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്. സ്വയം ഇത്തരം അവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നതോടെയാണ് അവർ സെക്സ് അഡിക്റ്റഡ് ആയി മാറുന്നത്. ലൈംഗിക സങ്കല്പങ്ങൾ, പ്രേരണകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്നിവയിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആണ് ലൈംഗിക ആസക്തി. ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യം, കരിയർ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു വശങ്ങളെയും ഇത് ദോഷകരമായി ബാധിച്ചേക്കാം. സ്വയംഭോഗം, പോണോഗ്രഫി, ഫോൺ സെക്സ്, സൈബർ സെക്സ്, ഒന്നിലധികം പങ്കാളികൾ എന്നിവയും അതിലേറെയും ലൈംഗിക ആസക്തി എന്ന വിഷയത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ലൈംഗിക ചിന്തകളും പ്രവർത്തനങ്ങളും അയാളുടെ ജീവിതത്തെ നശിപ്പിക്കുമ്പോഴാണ് അയാൾ അതിന് അടിമയാണെന്ന് തിരിച്ചറിയുന്നത്. വികാരങ്ങൾ സാധാരണമാണെങ്കിലും അമിതമായി ചെയ്യുമ്പോൾ അതൊരാളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. ലൈംഗിക ആസക്തി നിർണയിക്കാൻ പ്രത്യേക മാർഗമില്ല എങ്കിലും ലൈംഗിക ആസക്തിയുടെ ഏറ്റവും പ്രകടമായ ലക്ഷണങ്ങളിലൊന്ന് അനന്തരഫലങ്ങളും സുരക്ഷയും കണക്കിലെടുക്കാതെ ലൈംഗിക ഉത്തേജനം നിർബന്ധിതമായ ആവശ്യമായി തോന്നുന്നതാണ്. ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങൾ പ്രകടമാകും. അപകടകരമായ ലൈംഗിക പെരുമാറ്റത്തിൽ ഏർപ്പെടുക, അമിതമായി സ്വയംഭോഗം ചെയ്യുക, മറ്റു പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക, നിങ്ങളുടെ പങ്കാളിയെ വഞ്ചിക്കുക അല്ലെങ്കിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്യുക എന്നിവ ശാരീരിക അടയാളങ്ങളിൽ ഉൾപ്പെടുന്നു. മനഃശാസ്ത്രപരമായ അടയാളങ്ങളിൽ ഭ്രാന്തമായ ലൈംഗിക ചിന്തകൾ, ലൈംഗികതയെ ചുറ്റിപ്പറ്റിയുള്ള നാണക്കേട്, വിഷാദം മുതലായവ ഉൾപ്പെടുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ സഹായം തേടേണ്ടതും പ്രധാനമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുപോലെ മറ്റ് ലഹരികൾക്ക് അടിമപ്പെടുന്നത് പോലെ തന്നെയാണ് ലൈംഗിക ആസക്തിയും. മദ്യത്തിനോടും മയക്കുമരുന്നിനോടും തോന്നുന്ന അതേ ആസക്തിക്ക് ഇത് സമാനമാണ്. ഇത് നിയന്ത്രണാതീതമായ ഒരു വികാരമായി മാറുകയാണ് ചെയ്യുന്നത്. എത്ര വേണ്ട എന്ന് വെച്ചാലും സ്വയം നിങ്ങൾ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അതില്ലാതെ നിങ്ങൾക്ക് പറ്റില്ലെന്ന തോന്നൽ വരുത്തിക്കുന്ന അവസ്ഥയായി ഇത് മാറുന്നു. ആരോഗ്യകരമായ ബന്ധങ്ങളെയാണ് ഇത്തരത്തിലുള്ള ആസക്തി ബാധിക്കുക. ഒരാൾ അശ്ലീലത്തിനോ ലൈംഗികതക്കോ അടിമയാണെങ്കിൽ അവരുടെ പങ്കാളിക്ക് അകൽച്ച, ഒറ്റപ്പെടൽ, വിഷാദം, ദേഷ്യം അല്ലെങ്കിൽ അപമാനം എന്നിവ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. സെക്സ് ആൻഡ് ലവ് അഡിക്റ്റഡ് അനോണിമസ് പറയുന്നതനുസരിച്ച് നിങ്ങൾ ലൈംഗികതക്ക് അടിമയാണെങ്കിൽ മിക്ക സെക്സ് അടിമകളും ഉപേക്ഷിക്കപ്പെടുമെന്നും ഭയപ്പെടുന്നതിനാൽ അവർ ആരോഗ്യകരമല്ലാത്ത ബന്ധങ്ങളിൽ തുടരാം, അല്ലെങ്കിൽ അവർ ബന്ധങ്ങളിൽ നിന്ന് ബന്ധങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. തനിച്ചാകുമ്പോൾ അവർക്ക് ശൂന്യമോ അപൂർണമോ ആയി തോന്നിയേക്കാം. കുറ്റബോധം, ഏകാന്തത അല്ലെങ്കിൽ ഭയം തുടങ്ങിയ വികാരങ്ങളും അവരെ ലൈംഗികതയിലേക്ക് നയിക്കാം. ഇത് മാത്രമല്ല, ലൈംഗിക ആസക്തിയോ പോണോഗ്രഫിയോ ശാരീരികമായും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എത്ര ചെയ്യരുത് എന്ന് തീരുമാനമെടുത്താലും അതിൽ നിന്ന് മോചനം നേടാൻ കഴിയാത്തൊരവസ്ഥ കൂടിയാണിത്. മദ്യം, മയക്കുമരുന്നിനോടും ഒക്കെ അടിമപ്പെടുന്നത് പോലെ തന്നെയാണ് ലൈംഗികതക്ക് അടിമപ്പെടുന്നതും. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് പല ശാരീരിക, മാനസിക, വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം ആസക്തിയുള്ള ഭൂരിഭാഗം പേർക്കും HIV അതുപോലെയുള്ള മറ്റു ലൈംഗിക പകർച്ചവ്യാധികളോ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിനും ചികിത്സ വളരെ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടക്കമേ നിയന്ത്രിച്ചു നിർത്തുക. താങ്ക്സ് ടു വാച്ചിങ് മൈ വീഡിയോ. See you next time.